അപ്പോൾ നമ്മുടെ വർക്കിനായിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പോക്കറ്റ് പെർഫ്യൂമാണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ആ ഒരു സ്പ്രേ ചേർന്ന പാർട്ട് അഴിച്ചെടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു സ്പ്രേ ചേർന്ന പാർട്ട്. പിന്നെ നമ്മളൊരു 5 ml ബോട്ടിൽ കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു സ്പ്രേ ചേർന്ന പാർട്ട് നമ്മുടെ 5 ml ബോട്ടിൻ്റെ ക്യാപ്പിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നല്ല എയർ ടൈറ്റായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വെബ് ഫ്ലൂയിഡ് ഒഴിച്ച് കഴിയുമ്പോൾ ലീക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഓക്കെ, നമുക്കിനി ആ ഒരു സ്പ്രേ ചേർന്ന പാർട്ടിൻ്റെ ആ ഒരു കുറച്ചൊരു ഈ ഒരു പാർട്ട് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഓക്കെ, നമുക്കിനി ഒരു PVC പൈപ്പിൻ്റെ ഹാഫിൽ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ വെബ് ഷൂട്ടറിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് നമുക്കൊരു ചെറിയ സ്ക്രൂവും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം, കാരണം ഓവറായിട്ടുള്ള പ്രഷർ അതിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ പുഷ് ചെയ്യാനായിട്ടുള്ള പാർട്ട്. ഇത് നമ്മൾ PVC പൈപ്പ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് നമ്മുടെ ബോട്ടിലുമായിട്ട് ടച്ച് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. ഇത് നമ്മുടെ ആ ഒരു പാർട്ടിൻ്റെ ഫ്രണ്ടിൽ 2 ഹോൾ ഇട്ടിരുന്നു, അതിലേക്ക് നമുക്ക് ചെറിയ 2 പാർട്ട് കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രിഗറായിട്ട് വരുന്ന പാർട്ട്. ഇതിലേക്ക് നമുക്ക് ആ ഒരു മോഡലിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമുക്ക് ഈ ഒരു പാർട്ട് എടുത്ത് നമുക്ക് നേരെ നമ്മുടെ ബോഡിയുടെ അടിവശത്തായിട്ട് വെച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇത് നമ്മുടെ മുകളിലത്തെ ഷേപ്പും ട്രിഗറും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷേപ്പാണ് നമ്മൾ ഈ ഒരു വുഡ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, നമുക്ക് ഈ ഒരു ബോട്ടിലിന് സപ്പോർട്ടായിട്ട് നമുക്കൊരു ചെറിയൊരു PVC പൈപ്പിൻ്റെ പീസ് എടുത്ത് ഈ വീഡിയോ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിരുന്ന വെബ് ഷൂട്ടറേക്കാൾ കുറച്ച് വ്യത്യസ്തപ്പെട്ട ഒരു വെബ് ഷൂട്ടർ തന്നെയാണിത്. നമ്മുടെ ട്രിഗർ ആക്കുമ്പോൾ നമ്മുടെ സ്പ്രേ ബോർഡിൽ ഫ്രണ്ടിലേക്ക് പുഷ് ആവുന്ന രീതിയിലുള്ള മെക്കാനിസമാണ് ഇതിലുള്ളത്. ഓക്കെ, ഇത് നമ്മുടെ ബോഡിയുടെ അടിയിലായിട്ട് 2 സ്പോഞ്ചിൻ്റെ പീസസ് അവിടെ ഒട്ടിച്ചു വെക്കുക. പിന്നെ നമ്മൾ 2 സ്ട്രാഫും കൂടി ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് മുമ്പ് സ്പ്രേ വന്നിരുന്ന ആ ഒരു ഹോൾ നമുക്ക് ഫെവിക്വിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചെടുക്കണം. ഇത് നമുക്ക് വേറൊരു സ്പ്രേ ബോട്ടിലിൻ്റെ സ്പ്രേ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പാർട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഹോൾ ഇട്ട ഭാഗത്തേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, നമുക്കിത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ തീർച്ചയായും പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാണ്. പിന്നെ നിങ്ങൾ ഈ വൺമാട്ട കണ്ടു എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനോ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ അടിപൊളിയായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻസ് നിങ്ങൾ ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.